Dear students, previous class നമ്മൾ എന്താ പറയുക വാൻ ഹോഫ് ഐസോതേം ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ ഇനി നമുക്ക് എടുക്കാനുള്ളത് വാൻ ഹോഫ് ഇക്വേഷനാണ്. അപ്പോൾ വാൻ ഹോഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യം വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ദ temperature. When temperature increases or decreases, it may be varies. Okay, equilibrium constants may be varies with the decrease or increase of temperature. Okay, for endothermic reaction, if temperature increases, equilibrium constant decreases. That is, delta H is negative. ഈ ഒരു ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആകുന്ന കാര്യം നെഗറ്റീവ് ആകുന്ന കാര്യമൊക്കെ നിങ്ങൾ തെർമോഡൈനാമിക് 1-ൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫോർ എൻ എൻഡോതെർമിക് റിയാക്ഷൻ ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇസ് ഡിക്രീസസ്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് എന്താ പറയുക ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. For an exothermic reaction, if temperature increases, equilibrium constant also increases. That is, delta H is positive. Okay, with the ortho vekka ട്ടോ. Then for deriving Van Hoff equation, let us start with this equation. Delta G0 is equal to minus RT log KP. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പഠിച്ച് ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷനാണിത്. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് RT ലോഗ് KP. ഇനി നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്താണ്? ഡിഫറൻഷ്യൽ ഓഫ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ഇപ്പോൾ ഡോ ഓഫ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ is equal to minus RT log KP minus RT d log KP divided by dt. Okay, then ഈ എല്ലാ ടേമിനെയും ടെമ്പറേച്ചർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഈക്വേഷൻ ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് ടെമ്പറേച്ചർ. അപ്പം ടി ഇൻറ്റു ഡോ ഡെൽറ്റ G0 ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു minus RT log KP minus RT square d log KP divided by dt. Okay, d log KP divided by dt. ഇനി നമ്മൾ ഈ എന്താ പറയുക വേരിയബിളിന് മീൻസ് വേരിയബിൾ അല്ല, ഈ RT മൈനസ് RT log KP എന്താണ്? ഡെൽറ്റ G0 ആണെന്നുള്ളത് നമുക്കറിയാം. സോ പുട്ട് ഡെൽറ്റ G0 ഇൻ RT log KP. Instead of RT log KP we can use delta G0 because we are already എന്താ പറയുക already derived this equation അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ G0 എന്ത് ചെയ്യുക? RT log KPക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ എങ്ങനെയാകും? T ഇൻറ്റു ഡോ ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ G0 മൈനസ് RT സ്ക്വയർ ഡി ലോഗ് KP ബൈ dt. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ കൊണ്ടുവരിക. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദിസ് ഈസ് ഇൻ തെർമോഡൈനാമിക്സ് ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. എന്ത്? ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ which explains the relations between free energy, enthalpy and temperature. ടെമ്പറേച്ചറിനെയും എൻതാൽപ്പിനെയും ഫ്രീ എനർജീനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ, വിച്ച് ഇസ് ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ H0 പ്ലസ് ടി ഇൻറ്റു ഡോ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മിസ് ഇവിടെ എഴുതിയതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. നോക്കൂ, ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ H0 അല്ല delta H plus T into dou delta H divided by dou T at constant pressure. This equation is known as Gibbs-Helmholtz equation. Okay. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ we got delta G0 is equal to delta H0 plus T into
ഡോ ഡെൽറ്റ എച്ച് സീറോ ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. എല്ലാം എന്താണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി ഇവിടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മോഡിഫൈഡ് ഇക്വേഷൻ ഓഫ് ഗിബ്സ്-എൽമോൾസ് ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് ഇറ്റ്? Modified equation of Gibbs-Elmholtz equation, that is delta G0 is equal to delta H0 plus T into dou delta G0 divided by dou T at constant pressure. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. we requires only this modified equation. സോ അപ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് Gibbs-Elmholtz ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് മോഡിഫൈഡ് ഇക്വേഷൻ ഇസ് കമ്മിങ് ഫ്രം Gibbs-Elmholtz ഇക്വേഷൻ. സോ വാട്ട് ഈസ് ഇറ്റ്? ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ H0 പ്ലസ് ടി ഇൻറ്റു ഡോ ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇനി നമ്മൾ ഈ ഒരു വേരിയബിളിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാകും? ടി ഇൻറ്റു ഡോ delta H0 divided by dou T at constant pressure is equal to delta G0 minus delta H0. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് മുന്നേ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ എന്താണ്, അതായത് ഇക്വേഷൻ, ഇതിന് മുന്നേ എഴുതിയ ഇക്വേഷൻസ്, അതായത് ഈ ഇക്വേഷൻസ് നമുക്കിങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാം. ആർ ടി സ്ക്വയർ ഡി ലോഗ് കെ പി ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എച്ച് സീറോ. എന്താണ്? ഡെൽറ്റ എച്ച് സീറോ. അതായത് ആർ ടി സ്ക്വയർ ഡി ലോഗ് കെ പി ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സീറോ. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആർ ടി സീറോനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി ലോഗ് കെ പി ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സീറോ ഡിവൈഡഡ് ബൈ ആർ ടി സ്ക്വയർ. ഇനി ഫോർ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് എന്താ എഴുതണ്ട? നമുക്ക് ഡെൽറ്റ എച്ച് സീറോ എന്ന് തന്നെ നമുക്ക് എഴുതേണ്ടുന്ന ആവശ്യമില്ല. ഒരു ഐഡിയൽ ഗ്യാസ് ആണ് വരുന്നതെങ്കിൽ ഡെൽറ്റ എച്ച് സീറോ എന്ന് എഴുതണ്ട. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ യൂസ് ഓൺലി ഡെൽറ്റ എച്ച്. ഓക്കെ, ഓൺലി ഡെൽറ്റ എച്ച്. അതേപോലെ തന്നെ നമ്മളൊരു നോൺ ഐഡിയൽ ഗ്യാസ് എടുക്കുന്ന സമയത്തും എന്താണ്, ഈ ഡെൽറ്റ എച്ച് സീറോയും ഡെൽറ്റ എച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഡെൽറ്റ എച്ച് സീറോ തന്നെ എഴുതണമെന്നില്ല. ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് സീറോ ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് വെരി സ്മോൾ. So we can use instead of delta H0, we can use delta H instead of delta H0. So the equation may be changed as delta d log kp divided by dt is equal to delta H divided by RT square. So this equation is known as Van Hoff equation. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ ഇടയ്ക്കൊന്നുമില്ല, ഇടയ്ക്ക് വിട്ടിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മിസ് ഈ വേറൊരു റെഫറൻസ് എടുക്കാണ്ട് ഈ ടെക്സ്റ്റ് തന്നെ നോക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും ഡെറിവേഷൻസ് പഠിച്ചാൽ മതി. ഇതിൽ കൂടുതൽ പഠിക്കേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ മിസ്സാണ്. ഈ മിസ്സായ കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? തെർമോഡൈനാമിക്സ് പാർട്ട് 1 പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാണിച്ചാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഡെറിവേഷൻസ് ഒന്നും കാണിക്കേണ്ടുന്നതില്ല. ഓക്കെ.